കേരളത്തിൽ ഒരു 90 അറൗണ്ട് സീറ്റോടുകൂടി UDF കനത്ത ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വരിക മാത്രമല്ല, ഒരു നല്ല രീതിയിലുള്ള തീരുമാനം UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. കേരളത്തിൻ്റെ ഒറ്റക്കെട്ടായി നയിക്കാനുള്ളതായ UDFിൻ്റെ ഒരു ഗംഭീര ടീം കേരളത്തിൽ കടന്നു വരാൻ പോവുകയാണ്. ആ ടീം വയനാടിനെ ഉൾക്കൊള്ളുന്ന, വയനാടിനെ കേൾക്കുന്ന ടീമായിരിക്കും. ഞാനത് വീണ്ടും ആവർത്തിക്കാനുള്ള കാരണം, 2 ബഡ്ജറ്റ് അവസാനം അവതരിപ്പിച്ചു. അവസാനത്തെ ബഡ്ജറ്റിൽ ബഡ്ജറ്റിങ്ങിൻ്റെയും എക്കണോമിക് കൺസ്ട്രെയിൻസിൻ്റെയും ഒരു പാഠം പോലും ഉൾക്കൊള്ളാതെ തലങ്ങും വിലങ്ങും പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ വയനാടിനെ തീർത്തും അവഗണിച്ച 2 ബഡ്ജറ്റാണ്. 2 ബഡ്ജറ്റ്. ഒരു കാരണവശാലും ഒരു ജില്ലയെ ഇത്ര അവഗണിച്ചൊരു ബഡ്ജറ്റ് സമീപകാലത്തൊന്നും അങ്ങനെ വന്നിട്ടില്ല. നമ്മളൊന്നും ഓർമ്മയിൽ ഒരു ജില്ലയെ അവഗണിച്ച ബഡ്ജറ്റ് ഉണ്ടായില്ല. അതുകൊണ്ട് ഈ കടന്നു വരുന്ന UDF ഗവൺമെൻറ് വയനാടിനെ കേൾക്കുന്ന ഗവൺമെൻറ് ആയിരിക്കും, വയനാടിനെ ഉൾക്കൊള്ളുന്ന ഗവൺമെൻറ് ആയിരിക്കും, വയനാടിൻ്റെ വികസന പ്രശ്നങ്ങളെയും സാമൂഹ്യ വികാസത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് ആയിരിക്കും.